കാട്ടാളൻ കാട്ടാളൻ സിനിമ ഞാൻ OTTയിലാണ് കാണുന്നത്. ഡയറക്ടർ പോൾ ജോർജ്, ഡയലോഗ് എഴുതിയിരിക്കുന്നത് ഉണ്ണിയാർ, ഷെരീഫ് മുഹമ്മദ്, ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ. 50 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം, അത് ശരിയാണ്. സോ ഇത് കംപ്ലീറ്റ് മലങ്കൾട്ട് പരിപാടിയായിപ്പോയി. എന്ന് വെച്ചാൽ ഇതിൽ ആദ്യം ഒരു കാട്ടിലെ ആനക്കൊമ്പ് മോഷ്ടിക്കുന്നതും ആനക്കൊമ്പ് ബിസിനസ് അതുമായി ബന്ധപ്പെട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നായനെ കാണിക്കുന്നൊരു പരിപാടിയുണ്ട്, കെട്ടിയിട്ട് തല്ലുന്നു. അത് കഴിഞ്ഞിട്ട് നായകൻ ആ കയറിൽ തൂങ്ങി കുപ്പി ചില്ലുകൊണ്ട് കയറ് മുറിച്ച് പിന്നെ വില്ലന്മാരെ അടിച്ച് നിലംപരിശാക്കുന്നു. എൻ്റെ പൊന്നോ, ഇത് സോണി സിനിയാൾട്ട വെനീസ് 2 ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും CG ആണ്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു AI ഫോട്ടോസ് വെച്ചുള്ള പരിപാടിയാണ്. രവി ബസൂറാണ് സംഗീതം. പിന്നെ ഒരു അജനേഷ് എന്ന് പറയുന്ന ഒരാളുടെ മ്യൂസിക്കും കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു അജനേഷ് ആയിരിക്കും സോങ് ചെയ്തത്, രവി ബസൂർ BGM ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഷെരീഫ് മുഹമ്മദ് മാർക്കോ ചെയ്തു. മാർക്കോ 1 ഹിറ്റായി. മാർക്കോ അതിഭീകര വയലൻസ് ഉണ്ടായിട്ടും അത് ഹിറ്റായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുപയോഗിച്ചിരിക്കുന്ന ഷോട്ടുകളും അതിൻ്റെ RRഉം റീ റെക്കോർഡിങ്ങും ഒക്കെ ടോട്ടാലിറ്റിയിലൊരു ഫുള്ള് സ്ലോ മോഷൻ. പിന്നെ മലയാള സിനിമയാണെങ്കിൽ പോലും കോട്ടും സൂട്ടും ധരിച്ച നായകനും മറ്റു ബന്ധുക്കാരും വില്ലനും എല്ലാവരും കോട്ടും സൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഒരു നമ്മളൊരു ഹോളിവുഡ് സിനിമ എങ്ങനെ കാണുന്ന അതുപോലെയൊക്കെ ചെയ്തു. എന്താണെന്നറിയില്ല, അത് വിജയിച്ചു. സോ അതിനെ ചുവട് പിടിച്ചായിരിക്കാം ഈ ഒരു സിനിമയും പോൾ ജോർജ് ഡയറക്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പോൾ ജോർജിനെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തപ്പം പുള്ളി വേറെ സിനിമ ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. പുള്ളിയുടെ സ്റ്റോറിയാണ് ഇതിൽ. സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ജോബി വർഗീസും ജെനോ ജേക്കബുമാണ്. ഉണ്ണിയാറാണ് ഇതിൻ്റെ ഡയലോഗ്. ഉണ്ണിയാർ എന്ന് പറഞ്ഞാൽ ചാർലിയുടെയൊക്കെ ഡയലോഗ് ചെയ്ത ആളാണ്. ഇതിൻ്റെ എഡിറ്റർ ഷമീർ മുഹമ്മദാണ്. ഷമീർ മുഹമ്മദ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ DOPയോ എഡിറ്റിങ്ങോ ഡിറക്ഷനോ RR അതായത് BGM ഇതൊക്കെ വളരെ മോശമാണ്. അത് പിന്നെ അഭിനയം, ജഗദീഷ് ഒരു വലിയ വിഗൊക്കെ തലയിൽ വെച്ചിട്ട് ക്ലോസ് ഷോട്ടിലൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരു ഛർദി വരുന്ന അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ജഗദീഷിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജഗദീഷ് നല്ലൊരു ആക്ടറൊന്നുമല്ല. ജഗദീഷ് ഇങ്ങനെ അഭിനയിക്കുന്ന പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടോ പുള്ളി സ്വയം ധരിക്കുന്നത് ഞാൻ നല്ല അഭിനേതാവാണെന്നാണ്. പക്ഷേ പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞ മസിൽ പിടുത്തവും അഭിനയിക്കുന്നതായിട്ട് തോന്നുക. സംസാരിക്കുന്ന ഡയലോഗിൽ ഈ മുഖഭാവത്ത് വരുന്ന ചുളിവുകളും കാര്യങ്ങളൊക്കെ വളരെ കൾട്ടിവേറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്തുകൊണ്ട് സോണി സിനി ആൾട്ടയിൽ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോണിയിൽ ചെയ്തത് എന്താണെന്ന് അറിയില്ല. അതിനകത്ത് ക്വാളിറ്റി നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കളർ ചെയ്തപ്പോൾ ഗ്രേഡ് ചെയ്തപ്പോൾ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് അലക്സയിലാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ ക്വാളിറ്റി ഫീൽ ചെയ്തതാണ്. പിന്നെ ഷെരീഫ് മുഹമ്മദ് ഇത്തരത്തിലുള്ള സിനിമകൾ എടുത്ത് ആൾക്കാരെ കാശുണ്ടാക്കാമെന്ന് ധരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ സിനിമയോടുകൂടി അദ്ദേഹത്തിൻ്റെ മോഹം വിഫലമായി. കാരണം 50 കോടി ഇതേ കിടക്കുന്നു, എല്ലാം തീർന്നു. ഇതിനകത്ത് എനിക്ക് CG ഒരാനയെ കൊണ്ട് CG ആന ഒറിജിനലാണ്, അതിന് CG വർക്കൊക്കെ അത് നന്നായിട്ടുണ്ട്. അതിലാകെ പറയുന്നത് ആന ചെയ്യുന്ന പരിപാടികൾ, ആനയുടെ പാപ്പാൻ മുകളിലുണ്ട്, അത് കാണുന്നില്ല, അത് CGയിൽ മറയ്ക്കുകയും അതിലൂടെ നമുക്ക് അതൊരു CG ആണ്. അത് കറക്റ്റാണ്. CG ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റർ, DOP, ഡയറക്ഷൻ, BGM ഒക്കെ ഫ്ലോപ്പാണ്. സിനിമ നമുക്ക് ഇതിപ്പോൾ ഒരു 15 വർഷം മുമ്പ് റിലീസ് ചെയ്താൽ പോലും ആരും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് നമുക്ക് ഇതിനകത്തൊരു ക്യൂരിയോസിറ്റി ഇല്ല. സിനിമ എന്ന് പറയുന്നത് എന്താണ്,
ആദ്യ തുടക്കത്തിലൊരു പ്രോബ്ലം ഉണ്ടാകുന്നു, എൻഡിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അതുതന്നെയാണല്ലോ സിനിമ. എന്തിന് പ്രോബ്ലം ഉണ്ടാകുന്നു, അതെന്തിന് സോൾവ് ചെയ്യുന്നു. സിദ്ദിഖിനെയൊക്കെ പിടിച്ചിട്ടേക്കുന്നത് വളരെ കൾട്ട് പരിപാടിയായിട്ടാണ്. സിദ്ദിഖ് ഒരു എന്താ പറയുക, ഷെരീഫിൻ്റെ കഴിഞ്ഞ സിനിമയിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങനെ ഈ ക്യാരക്ടറിന് അവിടെ എന്തിനു വേണ്ടി ആ ഒരു ക്യാരക്ടർ വന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, ഞാൻ ഈ സിനിമ ഇങ്ങനെ ത്രൂ ഔട്ടല്ല കണ്ടത്. എനിക്ക് ചില ഏരിയയിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് എനിക്ക് തോന്നുന്നൊരു 30 മിനിറ്റ് കൊണ്ട് സിനിമ കണ്ട് തീർത്തതാണ്. അത്രയും സഹിക്കാൻ പറ്റുന്നില്ല. തിയേറ്ററിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇറങ്ങിപ്പോരേണ്ട സിനിമയത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഫസ്റ്റ് ഡേ തന്നെ സിനിമ പൊട്ടിയെന്നാണ്. സത്യത്തിൽ ഇത്തരം സിനിമകൾ പൊട്ടേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ ഇതിൻ്റെ പ്രൊഡ്യൂസറെയോ ഇത്തരത്തിലുള്ള ഡയറക്ടറെയോ പ്രേരിപ്പിക്കാൻ പാടില്ല. മാർക്കോ എങ്ങനെയോ അതിജീവിച്ചു. അത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലാകത്തില്ല. മാർക്കോ പോലത്തെ തികച്ചും വയലൻസായ മലയാള സിനിമയാണ്. അതിനകത്തൊരു മലയാള കൾച്ചറില്ല. മലയാളിയുടെ കൾച്ചറില്ലാത്ത ഏത് സമയവും കോട്ടും സൂട്ടും ധരിച്ച് നടക്കുന്ന നായകനും ബന്ധുക്കാരും വില്ലനും. അത് നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് ഒരു യൂറോപ്പിൽ നടക്കുന്ന സിനിമയായിട്ടായിരിക്കും അവർ പ്ലേസ് ചെയ്തത്. പക്ഷേ ഇത് മലയാളവും കേരളമൊക്കെ ആണല്ലോ, കോട്ടയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല. സോ അതേ പരിപാടി പിടിച്ചതാണ് ഇത്. ആൻ്റണിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ പുള്ളി പിന്നെ നമ്മൾ കക്കൂസിലിരുന്ന് സംസാരിക്കുന്നില്ലേ, അതുപോലെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ തികച്ചും മോശം. എല്ലാവരും ഡബ്ബിങ് മാറി. ഇതിനകത്ത് സുനിൽ എന്ന് പറഞ്ഞൊരു തെലുങ്ക് ആക്ടറുണ്ട്. എൻ്റെ പൊന്നോ, തെലുങ്ക് ആക്ടർ ഇതിൽ നടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തെലുങ്ക് സിനിമകളുണ്ടല്ലോ, തെലുങ്ക് സിനിമകളുടെ ആ ഒരു നരേഷൻ പിടിച്ച് തന്നെയാണ് പുള്ളിയുടെ ആ ആക്ടിങ്. പിന്നെ ഇതിൽ വേറെ കുറേ പല ഭാഷയിലുള്ള സൗത്ത് ഇന്ത്യയിലെ മറ്റ് സിനിമയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഇതിനകത്തുണ്ട്. ഈ 50 കോടി എവിടെ ചിലവായതെന്ന് എനിക്ക് അറിയുന്നില്ല. എങ്ങനെയാണ് ഇതിനകത്ത് 50 കോടി ചിലവായതെന്ന് എനിക്കറിയില്ല. സോ എൻ്റെ ഒരു തോന്നൽ ശരിയാണെങ്കിൽ മലയാള സിനിമ ഒരു 10 CR തീർക്കുകയാണെങ്കിൽ, അത്യാവശ്യം ഒരു 5 ദിവസം ഓടുകയാണെങ്കിൽ മുതലാവുന്നത്, ഒരു 200 സ്ക്രീനൊക്കെ കളിച്ചാൽ അത്യാവശ്യം മുതലാവുന്നൊരു സിറ്റുവേഷനാണ്. അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ സൗത്ത് ഇന്ത്യ, അതായത് തമിഴ്നാട്, കർണാടക, തെലുങ്ക്, ഇവിടെയും കൂടെ ഇവിടെയുള്ള ജനങ്ങളും കൂടി അത് ആ സിനിമ അക്സെപ്റ്റ് ചെയ്യും. അവിടെ ഒരു 1 വീക്ക് സിനിമ തിയേറ്ററിൽ കളിക്കുകയും ചെയ്താലേ അത് ഇത്രയും കവർ ചെയ്ത് പോവുള്ളൂ. കാട്ടാളൻ എന്ന സിനിമയെക്കുറിച്ചുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭീകരമാണെന്നൊക്കെ തോന്നിയത്. സിനിമ തിയേറ്ററിൽ പോയി കാണാത്തത് കൊണ്ട് അന്ന് വിഷമം ഉണ്ടായെങ്കിലും സിനിമ റിലീസ് ചെയ്യേണ്ട അന്ന് വൈകിട്ട് എനിക്ക് വിഷമം തീർന്നത് കാണാത്തത് നന്നായി എന്ന് തോന്നി. എന്നാലും OTTയിൽ കണ്ടപ്പോൾ തികച്ചും ഒരു ഇതിന് നന്നായിട്ട് ഷോർട്ട് ഫിലിം എടുക്കുന്ന കുട്ടികൾ നന്നായിട്ട് ആക്ഷൻ സിനിമകളൊക്കെ ചെയ്തതായിട്ട് എനിക്ക്, അതായത് ആക്ഷനായിട്ടുള്ള ഷോർട്ട് ഫിലിമുകൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സോണി 7S അല്ലെങ്കിൽ FX3 ചെയ്ത സിനിമകൾ നന്നായിട്ട്, ഷോർട്ട് ഫിലിമുകൾ, ഞാൻ സിനിമയെന്നല്ല, ഷോർട്ട് ഫിലിം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും സിനിമ പൊട്ടിയത് നന്നായി. ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഒരു സിനിമയ്ക്ക് വിജയ ഫോർമുല ഉണ്ട്. അതുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിനിമ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ആ ടാർഗറ്റ് ചെയ്യുന്ന പീപ്പിൾസ് തിയേറ്ററിൽ സിനിമ കാണുന്നുണ്ടോ, എക്സ്പെഷ്യലി ഫസ്റ്റ് ഡേ സിനിമ കാണുന്നുണ്ടോ. ഫസ്റ്റ് ഡേ സിനിമ വരുന്നവർക്ക് ദഹിക്കുന്ന സിനിമയാണോ, അവരെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ദഹിക്കുന്ന സിനിമയാണോ നമ്മൾ പടച്ചു വിടുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹിറ്റാവാൻ വേണ്ടി നമ്മൾ വേറൊരു സിനിമയുടെ ചുവട് പിടിച്ച്, ആക്ഷൻ എന്ന് പറയുന്നത് വേറൊരു സിനിമയുടെ, ഇദ്ദേഹത്തിൻ്റെ തന്നെ, ഈ പ്രൊഡ്യൂസറുടെ തന്നെ തൊട്ട് മുന്നേ ഉള്ള സിനിമയുടെ ആ ചുവട് പിടിച്ച് പിന്നൊരു സിനിമ, അതേപോലത്തെ സിനിമ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ തെറ്റായ ധാരണയാണ്. കാരണം ഇതിൽ ഈ ഷമീർ മുഹമ്മദ് എഡിറ്റർ, അദ്ദേഹം ചാർലി ചെയ്തിട്ടുണ്ട്, മാർക്കോയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കട്ട്സിൻ്റെ ഒരു പ്രത്യേകത, അത്
എഡിറ്റർ, ഡയറക്ടർ, അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഈ 2 സിനിമയുടെയും ഡയറക്ടേഴ്സിൻ്റെ കഴിവായിരിക്കാം ആ എഡിറ്ററിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ പോൾ ജോർജിൻ്റെ ഈ സിനിമ ഇത്രയും മോശം കട്ട്സ് ആവേണ്ട കാര്യമില്ല. ഇതിലത് പാൻറ്റും ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം ഈ സോണിയിൽ തന്നെ, സോണി സിനിയാൾട്ടയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 125 ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും 4K എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിൽ തന്നെ സ്ലോ മോഷൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. 2 മണിക്കൂർ വേസ്റ്റായ ഒരു സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. മിസ്റ്റർ ഷെരീഫ് മുഹമ്മദിനോട് പറയാനുള്ളത്, താങ്കളിൽ പണമുണ്ട് എന്ന് കരുതി ഇത്തരം മലങ്കൾട്ട് പരിപാടിയിലോട്ട് ചെന്ന് പെടരുത്. ഇതിനകത്ത് സംഭവിച്ചിങ്ങനെ ആയിരിക്കാം, ഷെരീഫ് മുഹമ്മദ് ഇത്തരത്തിലുള്ള ഒരു സിനിമ എടുത്ത് വിജയിച്ച ഒരാളാണ്. അപ്പോൾ പോൾ ജോർജ് എന്നുള്ള ഡയറക്ടർ അതേപോലത്തെ ഒരു കോൺസെപ്റ്റും കൊണ്ട് അദ്ദേഹത്തിനടുത്ത് ചെന്ന് ഭയങ്കര സംഭവമെന്ന് പറഞ്ഞ് നരേറ്റ് ചെയ്ത് സിനിമ ഓണായതായിരിക്കാം. അതിനകത്തൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇതിൽ SP ആയിട്ടൊരാൾ വരുന്നുണ്ട്, ആനക്കൊമ്പ് പിടിക്കാൻ. SP ജീപ്പിലിരുന്ന് എപ്പോഴും സ്മോക്കിങ്ങാണ്. പിന്നെ ഇതിൽ പല വില്ലന്മാരെയും കാണിക്കും, എല്ലാവരും സ്മോക്കിങ്ങാണ്. എന്താണ്, സിഗാറൊക്കെ വലിക്കുന്നത്, നായകനെ സ്മോക്കിങ്ങാണ്. എനിക്ക് മനസ്സിലാവാത്ത ഈ സ്മോക്ക് ചെയ്തെങ്കിലേ നായകനും വില്ലനൊക്കെ ഒരു ഭീകര ജീവിയാണെന്ന് മറ്റു സാധാരണക്കാരന് തോന്നത്തുള്ളോ എന്ന് ഡൗട്ട് എനിക്ക് ഈ സിനിമ കണ്ടത് തോന്നി. പിന്നെ ഇതിൻ്റെ സിനിമയുടെ തുടക്കം തന്നെ അങ്ങനെയാണ്, ബാക്ക് ഷോട്ടുകളും പിന്നെ ടില്ലപ്പ് ഷോട്ടുകളും ഒക്കെ. അപ്പോൾ എപ്പോഴും ഇവരുടെ ചുണ്ടിൽ സിഗാർ ഇരിക്കുന്നതാണ്. സിഗാർ ശരിക്കും പോലും അത് എനിക്ക് തോന്നുന്നു ഈ സിഗാറിൻ്റെ പരിപാടി ആ മാർക്കോയിൽ നിന്ന് തുടങ്ങിയ. മാർക്കോയിൽ ഈ ഉണ്ണി മുകുന്ദന് സ്ഥിരം സിഗാർ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും അത് ഉപയോഗിക്കുന്ന സ്റ്റൈല് പോലും വളരെ വൾഗറാണ്. അതായത് അത് ഉപയോഗിക്കാൻ അറിയാത്തൊരു ഈ സ്മോക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നു. ആ ഒരു പരിപാടിയായിരിക്കും ഈ സിനിമയിലും പിടിച്ച, സിഗാർ കൊണ്ടുള്ള പരിപാടി. എല്ലാവരും സിഗാർ വലിക്കും, നായകൻ ഉൾപ്പെടെ. എന്തായാലും SP സിഗാർ കൊടുക്കാൻ SP സിഗരറ്റാണ് വലിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള സിനിമകൾ താങ്കൾ ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, മിസ്റ്റർ ഷെരീഫ് മുഹമ്മദ്. ഓക്കെ.